ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഹനത്തിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ് കത്തിക്കിടപ്പുണ്ട്. ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു O2 സെൻസറാണ്, അല്ലെങ്കിൽ ഓക്സിജൻ സെൻസർ കംപ്ലൈൻ്റ് ആണ്. നമ്മൾ എന്തിനാ മാറുന്നത്? ഓക്സിജൻ സെൻസർ ശരിക്കും പറഞ്ഞാൽ പൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ടതല്ലേ, നമുക്ക് വിഷയമില്ലല്ലോ എന്ന് പറയുന്നത് ശരിയാണോ? ശരിക്കും പറഞ്ഞാൽ അതിലൊരു വ്യക്തതയില്ല. കാരണം O2 സെൻസറിൻ്റെ കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് O2 സെൻസറിന് ഏകദേശം ഒരു 3000 രൂപ അടുപ്പിച്ച് വരുന്നതാണ്. O2 സെൻസർ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന ഐറ്റമാണിത്. ഇതൊന്ന്, ഏറ്റവും താഴത്തെ ഇത് 2. അപ്പം 2 O2 സെൻസർ വരുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ തുടക്ക സമയത്തൊക്കെ വാഹനം ഇറങ്ങുന്ന ടൈമിലൊക്കെ ഒരു O2 സെൻസർ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ പുതിയ മോഡേൺ വെഹിക്കിൾസിലെല്ലാം, മോഡേൺ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെലറി ഉൾപ്പെടെയുള്ള വാഹനങ്ങളൊക്കെ 2018 വാഹനങ്ങൾക്കും എല്ലാം 2 O2 സെൻസർ വെച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ O2 സെൻസർ എന്തിനാണ് എടുക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രം ഞാൻ ഈ പറഞ്ഞു വന്നൊരു പോയിന്റിലോട്ട് നമുക്ക് വരാൻ സാധിക്കത്തുള്ളൂ. അതായത് O2 സെൻസർ ശരിക്കും പറഞ്ഞാൽ ഓക്സിജൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് O2 സെൻസർ ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഈ ഓക്സിജൻ്റെ അളവ് അറിയുന്നത്? അപ്പം അതൊരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞു പോകാം. നമ്മുടെ വാഹനം ഇതിലെ ഇൻടേക്ക് എയർ എടുക്കുന്നു. എയർ എടുത്തതിന് ശേഷം നമ്മുടെ ത്രോട്ടിൽ ബോഡി വഴി അത് അകത്ത് ഇൻലെറ്റ് മാനിഫോൾഡ് വഴി അകത്തോട്ട് പോകും. പോയി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇടയ്ക്ക്, അതായത് ഇതിൻ്റെ സൈഡിലായിട്ട് ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ് വരുന്നുണ്ട്. 2 ഇഞ്ചക്ടർ വെച്ച് ഒരു സിലിണ്ടറിൽ വരുന്നുണ്ട്. ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഇഗ്നൈറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് സ്പാർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഫ്യൂവൽ ബേൺ ചെയ്യുന്നത്, ഫ്യൂവൽ കത്തുന്നത്. ഈ ഫ്യൂവൽ കത്തുന്ന സമയത്ത് എന്തേരെ പെട്രോൾ ഉണ്ട്, എന്തേരെ എയറിൻ്റെ അംശമുണ്ട്, ഇനി എയർ കുറവാണോ ഫ്യൂവൽ കൂടുതലാണോ, അതോ ഇനി ഫ്യൂവൽ കുറവാണോ എയർ കൂടുതലാണോ, ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് നമ്മുടെ O2 സെൻസറാണ്. അതായത് ഈ ഫസ്റ്റ് ഇരിക്കുന്ന O2 സെൻസർ എക്സോസ്റ്റ്, അതായത് വാഹനത്തിൽ നിന്ന് കത്തി വരുന്ന ഗ്യാസ് ഇതിലെയാണ് പുറത്തോട്ട് പോകുന്നത്. ഇതിലെ പുറത്തോട്ട് പോയിട്ട് ഈ കാണുന്ന യൂണിറ്റാണ് കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന് പറയുന്നത്. അപ്പം കാറ്റലിറ്റിക് കൺവേർട്ടർ എന്തെങ്കിലും കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ട്. കാറ്റലിറ്റിക് കൺവേർട്ടർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മെയിൻ യൂണിറ്റ്. അപ്പോൾ ഈ യൂണിറ്റ് വഴി ഇത് നേരെ താഴോട്ട് വന്ന് ഇവിടെ ഒരു യൂണിറ്റും കൂടെ വരുന്നുണ്ട്, O2 സെൻസർ. അപ്പം ഇവിടെ വരുന്ന സമയത്ത് ഇത് സെൻസ് ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വോൾട്ടേജ് ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. 0.1 to 0.9 അങ്ങനെയാണ് അതിൻ്റെ വോൾട്ടേജ് വരുന്നത്. വോൾട്ടേജിന് മാറ്റം അനുസരിച്ചാണ് വാഹനം സെൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ECM സെൻസ് ചെയ്യുന്നത്. ഇത്രയും ഫ്യൂവൽ കൂടുതൽ ചെന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ ഔട്ട്പുട്ട്, അതായത് ഓക്സിജൻ്റെ അളവ് കൂടുതലുണ്ട്, അത് കുറയ്ക്കണം. ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ECM തന്നെയാണ്. ഞാൻ കൂടുതൽ അതിൻ്റെ ഡീറ്റെയിലോട്ട് പോകുന്നില്ല, സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു പോകും. അപ്പം അതിനകത്ത് ഓക്സിജൻ്റെ അളവ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്യൂവൽ കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ അറിയാൻ സാധിക്കുന്ന ഈ സെൻസർ വഴിയാണ്. അത് കാറ്റലിറ്റിക് കൺവേർട്ടറിൽ കൂടെ പോയി അടുത്ത സെൻസറിൽ കൂടെ വരുന്ന സമയത്ത് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും, എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടെന്നുള്ളത്. ഇതിനനുസരിച്ച് ECM സിഗ്നൽ കൊടുത്തിട്ടാണ് ഫ്യൂവൽ കൂടുതലും കുറവും കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, സെൻസറിന് കംപ്ലൈൻറ്റ് വന്നാലോ? അതായത് ഈ പറയുന്ന ഒരു O2 സെൻസറിന് കംപ്ലൈൻറ്റ് വന്നാൽ ഇത് കൊടുക്കുന്ന സിഗ്നൽ ശരിയായിരിക്കുമോ തെറ്റായിരിക്കുമോ? 100% തെറ്റായിരിക്കും. അങ്ങനെ ഒരു തെറ്റായ സിഗ്നൽ ECMന് കിട്ടിക്കഴിഞ്ഞാൽ ECM റോങ് രീതിയിൽ, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഫ്യൂവൽ കൊടുക്കും. അങ്ങനെ കൂടുതൽ ഫ്യൂവൽ ആയിരിക്കും നമുക്ക് കൺസ്യൂം ചെയ്യുന്നത്. അങ്ങനെ ഫ്യൂവൽ കൂടുതൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ മെയിൻ കംപ്ലൈൻ്റ് ആണ് മൈലേജ് ഇല്ല, അല്ലെങ്കിൽ ഫ്യൂവൽ എഫിഷ്യൻസി ഇല്ല. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത്. അതായത് ഫ്യൂവൽ എഫിഷ്യൻസി കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ O2 സെൻസറോ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് മാറി വിട്ടോണം. കാരണം ആ ഒരു ചെറിയൊരു ലാഭം നമ്മൾ നോക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു നഷ്ടം, അതായത് ഫ്യൂവലിൻ്റെ എഫിഷ്യൻസി കിട്ടത്തില്ല, പൊല്യൂഷൻ കൂടുതൽ വരുന്നുണ്ടായിരിക്കും, വാഹനത്തിൻ്റെ പുള്ളിങ് ലെസ്സും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ മുമ്പോട്ട് വരാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കുകയാണെങ്കിൽ നമ്മൾ കൊണ്ട് കാണിച്ച് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.